ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 59. വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർദ്ധോ അനർദ്ധോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ. ഹരി ഓം. 426 നാമം വിസ്താരഃ. തന്നെ എത്രത്തോളം വിസ്താരമാക്കാനും വിപുലമാക്കാനും ഭഗവാന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുന്തോറും അത്രയും ആളുകൾക്ക് ഇവിടെ എല്ലാ അർത്ഥത്തിലും വ്യവഹരിക്കാനുള്ള ഒരു സ്ഥലവും ഭഗവാൻ തന്നെ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ഒരിക്കലും ആളുകൾ അങ്ങനെ തിങ്ങി നിറയുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. കാരണം ഭഗവാന് എത്ര വേണമെങ്കിലും താൻ തന്നെയായിരിക്കുന്ന ഈ ജഗത്തിനെ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതിനാൽ വിസ്താരഃ. 427 നാമം സ്ഥാവരസ്ഥാണുഹു. എന്നും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ സ്ഥാവരഃ. ഇനി അതുപോലെ പൃഥ്വി, പർവ്വതങ്ങൾ തുടങ്ങിയ സ്ഥിരമായതൊക്കെ ആ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ സ്ഥാണുഹു. അങ്ങനെ സ്ഥാവരനും സ്ഥാണുവുമായതിനാൽ ഭഗവാൻ സ്ഥാവരസ്ഥാണുഹു. 428 നാമം പ്രമാണം. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇവിടെ ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രത്യക്ഷമായിട്ടൊരു പ്രമാണം നമ്മുടെ ഉള്ളിൽ തെളിയും. അങ്ങനെ ചിന്തിച്ചു നോക്കണം എന്ന് മാത്രം. അതായത് ഈ ശരീരം എങ്ങനെ നിലനിൽക്കുന്നു, ഈ ഉള്ളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അത് ഉള്ളിൽ പോയിട്ട് അതൊക്കെ എങ്ങനെയാണ് അന്നരസം കലർന്നിട്ട് അത് പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല പിന്നീട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പലതരം രാസപ്രക്രിയകൾ ഉള്ളിൽ നടക്കുന്നു. ഈ ശരീരമാകട്ടെ ജഡമാണ്. പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇങ്ങനെ അവനവന്റെ ശരീരത്തെ നോക്കി തന്നെ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് പ്രമാണം, അതായത് പ്രത്യക്ഷ പ്രമാണം വഴി നമുക്ക് ഭഗവാനെ തിരിച്ചറിയാം. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ അത്ഭുതമാണ്. അപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ആ ഭഗവാനെ പ്രമാണമാക്കി സ്വീകരിക്കാം എന്നതിനാൽ ഭഗവാൻ പ്രമാണം. 429 നാമം ബീജമവ്യയം. അവ്യയം, നാശമില്ലാത്ത, ഒരിക്കലും നാശമില്ലാത്ത ബീജം, വിത്തായിട്ടിരിക്കുന്ന, ഈ ജഗത്തിന് വിത്തായിട്ട് മൂലകാരണം എന്നതിനാൽ ബീജമവ്യയം. 430 നാമം അർത്ഥഃ. എല്ലാവരാലും അർത്ഥിക്കപ്പെടുന്നവൻ ഭഗവാൻ. ഈ ലൗകികമായ സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നവരും ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ജിജ്ഞാസുകളും പ്രാർത്ഥിക്കുന്നത് ഭഗവാനോടാണ്. അങ്ങനെ സകല ജീവജാലങ്ങളും പ്രാർത്ഥിക്കപ്പെടുന്നവൻ എന്നതിനാൽ അർത്ഥഃ. 431 നാമം അനർത്ഥഃ. എല്ലാവരാലും പ്രാർത്ഥിക്കപ്പെടുന്ന ഭഗവാന് ഇവിടെ ഒന്നും സാധിക്കാനില്ല. അതുകൊണ്ട് ഭഗവാന് ആരോടെങ്കിലും എന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്നതിനാൽ അനർത്ഥഃ. 432 നാമം മഹാകോശഃ. ഇവിടെ ഈ ശരീരം തുടങ്ങിയവയൊക്കെ അന്നമയ കോശം എന്നറിയപ്പെടുന്നു. പിന്നീട് പ്രാണമയ കോശമുണ്ട്, മനോമയ കോശമുണ്ട്, അതുപോലെ വിജ്ഞാനമയ കോശമുണ്ട്, ആനന്ദമയ കോശം. ഈ ആനന്ദമയ കോശത്തെയും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ആ മഹത്തായ ഒരു കോശമായിട്ടിരിക്കുന്നവൻ, കോശം എന്ന് പറഞ്ഞാൽ നിധിയായിട്ടിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ഈ 5 കോശത്താൽ, അതായത് അന്നമയാദി കോശങ്ങളാൽ തന്നെ മറക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്ന അർത്ഥത്തിൽ മഹാകോശഃ. 433 നാമം മഹാഭോഗഃ. ഏറ്റവും ശ്രേഷ്ഠമായ ആ പരമാനന്ദ സൗഖ്യത്തെ എപ്പോഴും അനുഭവിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ മഹാഭോഗഃ. 434 നാമം മഹാധനഃ. എല്ലാ ധനത്തിൻ്റെയും ഇരിപ്പിടം ഭഗവാനാണ്. തൻ്റെ ഭക്തന്മാർക്ക് അവരർഹിക്കുന്ന വിധത്തിൽ അതിനെ കൊടുക്കാൻ, അതിനായിട്ട് തൻ്റെ കൈവശം എല്ലാ ധനവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ മനസ്സുഖമാകുന്ന ധനമാണ് ഏറ്റവും വലിയ ധനം. അത് പരമാർത്ഥമാണ്. മനസ്സുഖം, സ്വസ്ഥത, ഇതൊക്കെയാണ് ഭഗവാനിലുള്ള ഏറ്റവും വലിയ ധനം. അത് തൻ്റെ ഭക്തന്മാർക്ക് കൊടുപ്പാനായി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാധനഃ. ഹരി ഓം.